അറക്കലിന്റെ മനക്കലിലേക്ക് സ്വാഗതം. എൻ്റെ മുത്തുകളെ, സുത്തുകളെ, കരളുകളെ, കുളിരുകളെ, പഞ്ചാര കുഞ്ചുകളെ. നമ്മൾ 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു ആർക്കും അത്ര ഇഷ്ടമില്ലാത്തൊരു ടോപ്പിക്കാണെന്ത്, എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ്, പദാർത്ഥ വിനിമയം എന്ന് പറയുന്നത്. പക്ഷേ സിമ്പിൾ സാധനമാണ്, വലിയ കീറാമുട്ടി സാധനമൊന്നുമല്ല, നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. പിന്നെ എന്തിനാ ചേട്ടൻ ജയിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ. ഓക്കെ, അതായത് ഒന്നാമത്തേത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ്, പദാർത്ഥ വിനിമയം നടക്കുന്നത് 4 മെത്തേഡ് ത്രൂ ആണ്. എത്ര മെത്തേഡ് ത്രൂ? 4 മെത്തേഡ് ത്രൂ. അതിൽ ഒന്നാമത്തെ മെത്തേഡ് ഡിഫ്യൂഷൻ. എന്താണ് ഡിഫ്യൂഷൻ? ഡിഫ്യൂഷന്റെ മലയാളം എന്താ? ഡിഫ്യൂഷൻ, അതന്നെ മലയാളം. ഓക്കെ, രണ്ടാമത്തെ മെത്തേഡ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, അതിന്റെ മലയാളം എന്താ? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ തന്നെ. മൂന്നാമത്തേത് ഓസ്മോസിസ്, അതിന്റെ മലയാളം എന്താ? ഓസ്മോസിസ്. അപ്പോൾ സിമ്പിൾ ആട്ടോ, മലയാളം ഇംഗ്ലീഷ് ഒക്കെ ഒന്ന് തന്നെയാണ്. നാലാമത്തേത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, അതിലും മലയാളം ഇംഗ്ലീഷും സെയിം ആണ്. അപ്പോൾ ആദ്യം അതാണ് പഠിക്കുക. ഡിഫ്യൂഷന്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷന്, ഓസ്മോസിസ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഈ ഒരു 4 മെത്തേഡ് ത്രൂ ആണ് എന്ത് മെറ്റീരിയൽസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ്, പദാർത്ഥങ്ങൾ എന്ത് ചെയ്യുന്നത്, എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നമ്മൾക്ക് എങ്ങനെയെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് ആദ്യത്തെ ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ വളരെ സിമ്പിൾ ആണ്. അതായത് എവിടെയാണോ മോളിക്യൂൾസിന്റെ കോൺസെൻട്രേഷൻ കൂടുതൽ, അവിടെ നിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു, മോളിക്യൂൾസ് ഓട്ടോമാറ്റിക്കലി മൂവ് ചെയ്യുന്നു. അതാണ് എന്ത്, ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് മോളിക്യൂൾസ് സ്പ്രെഡ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. ഹയർ കോൺസെൻട്രേഷനിലുള്ള സ്ഥലത്ത് നിന്ന് മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു, ലോവർ കോൺസെൻട്രേഷനുള്ള സ്ഥലത്തേക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു, വരുന്നു. അതാണ് എന്ത്, ഡിഫ്യൂഷൻ. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഇതിന് പ്രത്യേകിച്ച് എനർജിന്റെ ആവശ്യം വേണോ? എന്തിന് എനർജി? കാരണം കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് വരാൻ എന്തെങ്കിലും എനർജിന്റെ ആവശ്യം ഉണ്ടോ? ഇല്ല. ഇതാ ഇവിടെ കുറേ മോളിക്യൂൾസ് ഉണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് നേരെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, വരും. ഇവിടെ ഇഷ്ടംപോലെ മോളിക്യൂൾസ് ഉണ്ട്, അത് നേരെ ഇങ്ങോട്ട് വരുന്നു. അതാണ് എന്ത്, ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനർജി, അതിന് ഊർജത്തിന്റെ ആവശ്യമില്ല. ഇതാണ് എന്ത്, ഡിഫ്യൂഷൻ. ഓക്കെ, എന്നാൽ എന്താണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ? അതിൽ എന്തോ ഒരു സം കൈൻഡ് ഓഫ് വേറെ എന്തോ ഒരു സാധനം ഉണ്ടെന്ന് മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ഡിഫ്യൂഷൻ എന്ന് പേരിട്ടാൽ പോരെ. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്തോ സംതിങ്, എന്തോ ഒരു സാധനം കൂടി ഉണ്ട്. സിമ്പിളാണ്, പറഞ്ഞു തരാം. ഇതും ഇപ്പറഞ്ഞ പോലെ തന്നെ കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്തേക്ക് മോളിക്യൂൾസോ അയോൺസോ മൂവ് ചെയ്യുന്നു. അത് തന്നെയാണ് എന്ത്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. പക്ഷേ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇത് വെറുതെ നടക്കൂല, ആരെങ്കിലും സഹായം വേണം. ആരെങ്കിലും ഒരാളെ ഹെൽപ്പ് വേണം. അതായത് ഇവിടെ ഒരാൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. അതായത് തന്മാത്രകളോ അയോണുകളോ പ്ലാസ്മ സ്ഥലത്തിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്താൽ എന്ത് ചെയ്യുന്നു, ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് വ്യാപിക്കുന്ന പ്രക്രിയയാണ് എന്ത്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഇസ് ദ പ്രോസസ് ബൈ വിച്ച് മോളിക്യൂൾസ് ഓഫ് അവർ അയൺസ് ഡിഫ്യൂസ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. ഹയറിൽ നിന്ന് ലോവറിലേക്ക് തന്നെ വരുന്നു. അതിനെയാണ് എന്ത്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. പക്ഷേ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെർട്ടൈൻ പ്രോട്ടീൻസ്, ഇതാണ് ഇമ്പോർട്ടൻറ്റ്. സെർട്ടൈൻ പ്രോട്ടീൻസ്, ചില പ്രോട്ടീൻസിൻ്റെ ചില പ്രോട്ടീനുകളുടെ സഹായത്താലാണ് ഈ പരിപാടി നടക്കുന്നതെങ്കിൽ അപ്പോൾ അതിനെന്ത് വിളിക്കും, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് വിളിക്കും. ഈ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഊർജ്ജം ആവശ്യമുണ്ടോ? വേണ്ട. കാരണം എന്താണ്, ഇതും കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് വരുന്നു. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഊർജ്ജത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനർജി, ഇതിനെന്തില്ല, ഊർജ്ജം ആവശ്യമില്ല. ഇതിന് എക്സാമ്പിൾ എന്താണ്, ഗ്ലൂക്കോസ് തന്മാത്രകളുടെ വ്യാപനം. ഓക്കെ, ഗ്ലൂക്കോസ് മോളിക്യൂളിൻ്റെ വ്യാപനം, ട്രാൻസ്പോർട്ട് ഓഫ് ഗ്ലൂക്കോസ് ആണെന്ത്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ്റെ ഒരു എക്സാമ്പിൾ. അതിൻ്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മോളിക്യൂൾസ് കൂടുതലാണ്, അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, കുറഞ്ഞ ഭാഗത്തോട്ട് വരുന്നു. ഓക്കെ, ആരുടെ സഹായത്തോടെ? ഒരു വാഹക പ്രോട്ടീൻ, ഒരു കാരിയർ പ്രോട്ടീൻ. ഇതാണ് ആ കാരിയർ പ്രോട്ടീൻ, ഒരു വാഹക പ്രോട്ടീൻ. ഓക്കെ, ഈ സാധനം കണ്ടോ, ഈ സുണ്ടാപ്പി. ഓക്കെ, ഇവനാണെന്ത്, കാരിയർ പ്രോട്ടീൻ അല്ലെങ്കിൽ വാഹക പ്രോട്ടീൻ. ഓക്കെ അല്ലേ? അതിൻ്റെ സഹായത്തോടു കൂടി മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു, കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് വരുന്നു. ഇതാണ് സംഭവം. ഇതാണെന്ത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അപ്പോൾ അത് കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഓസ്മോസിസ് എന്താണ് ഓസ്മോസിസ്? വളരെ സിമ്പിൾ. ഓസ്മോസിസ് ഇത്രയേ ഉള്ളൂ. അതായത് മോളിക്യൂൾസിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തോട്ട് വരുന്നു. അതന്നെയല്ലേ ഡിഫ്യൂഷൻ? അതന്നെയല്ലേ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ? അല്ല, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രോട്ടീൻ്റെ സഹായത്തോട് കൂടി കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തോട്ട് വരുന്നു. എന്നാൽ ഓസ്മോസിസ് ശ്രദ്ധിച്ചോളൂ. ഓസ്മോസിസ് ഇതേ രീതിയിൽ തന്നെയാണ്, റീജിയൺ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷനിലേക്ക് വരുന്നു. പക്ഷേ അവിടെ ഒരു പ്രത്യേകത ഉണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെയാണ് വരുന്നത്. അതും ആരാണ് വരുന്നത്? ഏതെങ്കിലും മോളിക്യൂൾസ് അല്ല, വാട്ടർ മോളിക്യൂൾസ് വന്നാലാണ് എന്ത്, അതിന് ഓസ്മോസിസ്. ഇവിടെ വേറെ എന്തെങ്കിലും മോളിക്യൂൾസ് വന്നു, അത് ഓസ്മോസിസ് ആയിട്ട് കൂട്ടൂല. വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു, ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അതാണെന്ത്
ഓസ്മോസിസ്. ഓക്കെ, ജലതന്മാത്രകൾ അവയുടെ ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ, അതായത് അർദ്ധധാര്യ സ്ഥിരത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയയാണെന്ത്? ഓസ്മോസിസ്. ഓക്കെ, അപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കും ഓസ്മോസിസിന് ഉദാഹരണം പറയൂ. അപ്പോൾ നിങ്ങൾ പറയണം മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ്. വാട്ടർ മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി വൃത്തി. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. ഇനി ലാസ്റ്റ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. എന്ത് ട്രാൻസ്പോർട്ട്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇതെന്താണെന്ന് ചോദിച്ചാൽ സിമ്പിൾ ആണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്നും കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തോട്ട്, ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തോട്ട് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നതാണ്. ഇത് നേരെ തിരിച്ച്, അങ്ങനെ നേരെ തിരിച്ച് അതായത് കുറഞ്ഞ ഭാഗത്തു നിന്നും കൂടിയ ഭാഗത്തേക്ക്, അതാണെന്ത്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അങ്ങനെ നടക്കുവേ? അതെങ്ങനെ നടക്കും? എനർജി കൊടുത്താൽ മതി. അപ്പോൾ ഈ പ്രോസസ്സിൽ എന്തുണ്ടാവും? നീഡ് റിക്വയർ എനർജി. മതിയായ അളവിൽ എന്ത് ആവശ്യമുണ്ടാവും? എനർജി ആവശ്യമുണ്ടാവും, ഊർജ്ജം ആവശ്യമുണ്ടാവും. നമുക്ക് നോക്കാം. എന്താ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്? ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കരിയർ പ്രോട്ടീൻസ്. അതായത് ഇതും എന്താണ്? ചില പ്രോട്ടീൻസിന്റെ സഹായത്തോടു കൂടിയേ നടക്കുള്ളൂ, വെറുതെ നടക്കൂല എന്നർത്ഥം. ഓക്കെ, ഇതാ യൂസിങ് എനർജി ഫ്രം ATP. എനർജി എന്ത് ചെയ്യും? ഉപയോഗിക്കും. എന്നാലും എന്ത് ചെയ്യുള്ളൂ? ഫ്രം ദർ ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ. ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് മോളിക്യൂൾസ് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? എനർജി വേണം. നേരെ മറിച്ച് നേരെ ഉൾട്ടായിട്ട് ചിന്തിക്കുക. അതായത് ഹയറിൽ നിന്ന് ലോവറിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ എനർജി വേണോ? വേണ്ട. ഇപ്പോൾ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. നമ്മളിപ്പോൾ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് ഉയർച്ചയിലേക്ക് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഭയങ്കര എഫേർട്ടൊക്കെ എടുക്കണം. നേരെ മറിച്ച് നമ്മൾ ഭയങ്കര ഒരു മെയിൻ സ്ഥലത്താണ്, അവിടുന്ന് നേരെ താഴത്തോട്ട് പോകാൻ വലിയ എഫേർട്ടൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക? സോഷ്യൽ മീഡിയയിൽ 4 തെറി പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് നമ്മൾ ആ ഒരു ഉണ്ടാക്കിയെടുത്ത സെലിബ്രിറ്റി ഫെയിമൊക്കെ എന്ത് ചെയ്യും? മൊത്തം അടിക്ക് പോകും. നേരെ മറിച്ച് നമുക്കൊരു സെലിബ്രിറ്റി ഫെയിം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കുറേ എഫേർട്ട് എടുക്കണം, കുറേ എനർജി എടുക്കണം. അതാണ് ഇവിടെ. അതായത് ലോവറിൽ നിന്ന് ഹയറിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ യൂസിങ് എനർജി യൂസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ എന്താണ്? ഒരുപാട് ആളുകളുടെ എന്ത് വേണ്ടി വരും? വിത്ത് ഹെൽപ്പ് ഓഫ് കരിയർ പ്രോട്ടീൻസ്. കുറേ ആൾക്കാരുടെ പ്രോട്ടീൻസിൻ്റെ കുറേ ആളുകളുടെ സഹായം കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ഇതാ ഗാഢതാക്രമത്തിന് വിപരീതമായി, അതായത് ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്നും കൂടിയ ഭാഗത്തേക്ക് ATPയിലെ ഊർജ്ജം ഉപയോഗിച്ച് ചില പ്രോട്ടീനുകളുടെ സഹായത്തോടെ നടക്കുന്ന പദാർത്ഥ വിനിമയ പ്രക്രിയയാണെന്ത്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അപ്പോൾ ബാക്കി 3 പ്രോസസ്സ് എന്താണ്? കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തോട്ടാണ്. എന്നാൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് മാത്രം കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തു നിന്നും കൂടിയ ഭാഗത്തോട്ടാണ്, നേരെ തിരിച്ച്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തോട്ട്, സിമ്പിൾ ഡെഫിനിഷൻ. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തോട്ട് ചില പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന പരിപാടിയാണ് ഇത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഇനി ഓസ്മോസ് എന്ന് പറഞ്ഞാൽ വാട്ടർ മോളിക്യൂൾസിന്റെ കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്കുള്ള മൂവ്മെന്റ് ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ, ഒരു അർദ്ധധാര്യ സ്ഥിരത്തിലൂടെ. ആ ഒരു വാക്ക് ഒരു കടുകട്ടി വാക്കാണ്, അത് അങ്ങനെ തന്നെ പഠിക്കും. ഒരു 4-5 വട്ടം പറഞ്ഞാൽ മതി, അപ്പോൾ കിട്ടും. അർദ്ധധാര്യ സ്ഥിരം. ഓക്കെ അല്ലേ? അതിലൂടെയുള്ള മൂവ്മെന്റ് ആണ് ഓസ്മോസിസ്. ആൻഡ് ലാസ്റ്റ് വൺ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്ത് നിന്നും കൂടിയ ഭാഗത്തോട്ട് എനർജിയുടെയും അതുപോലെ തന്നെ പ്രോട്ടീൻ്റെയും സഹായത്തോടെ മൂവ് ചെയ്യുന്ന പരിപാടിയാണെന്ത്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അപ്പോൾ നാല് എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസിൻ്റെ 4 മെത്തേഡുകളും കിട്ടി എന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക്സ് ബൈ യുവർ സ്വന്തം അറക്കൽ. ഗുഡ് ബൈ, സീ യു സൂൺ.